നമസ്കാരം. കേരളം വളർച്ചയുടെ പാതയിലാണ്. കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയാനും അവസരമൊരുക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് നാടെങ്ങും ആവേശകരമായ വരവേൽപ്പ്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ ആസ്ഥാനത്ത് നടന്ന എൻ്റെ കേരളം 2024 മേളയും അത്തരമൊരു വർണ്ണക്കാഴ്ചയായി വിജ്ഞാനോത്സവമായി മാറി. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിൽ ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ നീണ്ടുനിന്ന ഈ മഹാമേള ഇടുക്കിയുടെ മണ്ണിൽ വികസനത്തിൻ്റെയും ജനകീയ പങ്കാളിത്തത്തിൻ്റെയും പുതിയ ചരിത്രമെഴുതി. ത്രിതല പഞ്ചായത്തുകളുടെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു. ചെണ്ടമേളം, ബാൻഡ് മേളം, നാസിക് ഡോൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. മന്നാങ്കൂത്ത്, മയിലാട്ടം, തെയ്യം തുടങ്ങിയ തനത് കലാരൂപങ്ങൾ, വിവിധ വകുപ്പുകൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരങ്ങൾ, കരാട്ടെ എന്നിവ വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ത്രിതല പഞ്ചായത്തുകളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വർണ്ണക്കുടകളുമായി അണിനിരുന്ന വനിതകൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണെന്ന് 4ാം വാർഷിക പ്രദർശനമേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത വിളംബര റാലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ്രൻ നാക്കുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ വേദിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ അധ്യക്ഷത വഹിച്ചു. മേളയുടെ വരവറിയിച്ച് നടന്ന വിളംബര ഘോഷയാത്ര അക്ഷരാർത്ഥത്തിൽ ഇടുക്കിയുടെ തെരുവുകളെ വർണ്ണാഭമാക്കി. ത്രിതല പഞ്ചായത്തുകളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആയിരങ്ങളാണ് ഘോഷയാത്രയിൽ അണിചേർന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാറി മനോഹരമായ നിലവാരമുള്ള റോഡുകൾ, കുടിവെള്ള ലഭ്യത ഇല്ലാതിരുന്ന പ്രദേശത്തേക്ക് സസ്റ്റൈനബിളായി കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി 40 മെമ്പർഷിപ്പ് ഉപയോഗിച്ച് ഡാമിൽ നിന്ന് വെള്ളം എടുത്ത് ട്രീറ്റ് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നടപടി, അതിന് വിവിധങ്ങളായ പദ്ധതികളെ കോർത്തിണക്കിയിട്ടുള്ള ഓരോ വകുപ്പിന്റെയും നല്ല നിലയിലുള്ള ഈ സ്റ്റാളുകൾ എല്ലാവരും വരികയും കാണുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മേളയുടെ കവാടം കടന്നെത്തുന്നത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്. ഫോട്ടോകളിലൂടെ, LED വാളുകളിലെ വിവരണങ്ങളിലൂടെ ആ നേട്ടങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാം. 151 സ്റ്റാളുകളിലായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വയംഭരണ സ്ഥാപനങ്ങളും അണിനിരന്നു. ഓരോ സ്റ്റാളും വിജ്ഞാനവും സേവനങ്ങളും പങ്കുവച്ചു. ഹരിത കേരളത്തിൻ്റെ നേർക്കാഴ്ചകളുമായി കൃഷി വകുപ്പിൻ്റെ സ്റ്റാളുകൾ ശ്രദ്ധേയമായി. ഡിജിറ്റൽ അഗ്രികൾച്ചർ, കൃഷിയിടത്തിലെ ഡ്രോൺ സാധ്യതകൾ, കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ, ആരോഗ്യദായകമായ മില്ലറ്റുകൾ, കർഷകർക്കായി കതിർ ആപ്പ്, വിളകളുടെ സംരക്ഷണത്തിന് ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്, പ്ലാന്റ് ഡോക്ടറുടെ സേവനം, അങ്ങനെയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നടീൽ വസ്തുക്കളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. ഡ്രോൺ സംവിധാനത്തിന്റെ കൃഷിയിടത്തിലെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്കും പൊതുജനങ്ങൾക്കും അവബോധം സൃഷ്ടിക്കുന്നതിനും ഡ്രോൺ പ്രവർത്തനം അടുത്തറിയുന്നതിനും ഡെമോൺസ്ട്രേഷനും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കി നിലവിൽ വന്ന കതിരാപ്പ് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളും തീം പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിളകളിലെ രോഗകീട നിയന്ത്രണം സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്, പ്ലാൻ ഡോക്ടറുടെ സേവനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒപ്പമുണ്ട്, ധൈര്യമായിരിക്കുക. ഈ വാക്കുകൾക്ക് അടിവരയിടുന്നതായിരുന്നു അഗ്നിരക്ഷാ സേനയുടെ സ്റ്റാൾ. ദുരന്ത മുഖങ്ങളിൽ നാടിന് താങ്ങാവുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയാനും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള പരിശീലനം നേടാനും ഇവിടെ അവസരമുണ്ടായി. ഇത് ഏത് ദുരന്തമുഖത്തെയും ചങ്കുറപ്പോടെ നേരിടാൻ കഴിയുന്ന അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. ദുരന്തമുഖത്തെ നേർക്കാഴ്ചകൾ ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതും മാത്രമല്ല,
കൂടുതൽ അറിയുവാനും എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ഫയർഫോഴ്സിൻ്റെ ഈ സ്റ്റാളിൽ നിന്നും അറിയാൻ സാധിക്കും. കേരളം ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ഫയർഫോഴ്സിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. 2018 പ്രളയവും മൂന്നാർ പെട്ടിമുടിയിലെയും വയനാട്ടിലെയും ദുരന്തമുഖത്ത് എല്ലാം ചങ്കുറപ്പോടെ സേവനം ചെയ്ത അഗ്നിരക്ഷാസേനാംഗങ്ങൾ വലിയ തുണിയാണ് നാടിന് സമർപ്പിച്ചത്. അഗ്നിരക്ഷാസേനയുടെ രക്ഷാപ്രവർത്തന രീതിയാണ് പ്രധാനമായും പ്രദർശന വിപണനമേളയിൽ പരിചയപ്പെടുത്തിയത്. ആശങ്കപ്പെടാതെ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കുന്നതിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. സ്കൂബ ഡൈവിംഗ് മുങ്ങൽ വിദഗ്ധർ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം, അപകടത്തിൽപ്പെട്ട വണ്ടികളെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ന്യൂമാറ്റിക് ബാഗ്, അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന അസ്ക തുടങ്ങി ഫയർഫോഴ്സ് ഉപകരണങ്ങളും സന്ദർശകർക്കായി പരിചയപ്പെടുത്താൻ പ്രദർശനമേളയിൽ ഉണ്ടായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള പരിശീലനവും ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. കാണികളിൽ വിസ്മയം നിറച്ച പ്രകടനമായിരുന്നു കേരള പോലീസിന്റെ K9 സ്ക്വാഡിൻ്റേത്. കുറ്റാന്വേഷണത്തിലും രക്ഷാപ്രവർത്തനത്തിലും മിടുക്ക് തെളിയിച്ച നായ്ക്കൾ കാണികളുടെ മനം കവർന്നു. വയനാട് ദുരന്തമുഖത്ത് രക്ഷകനായ ഏഞ്ചലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ പരിശീലനം നേടിയ ഡോളിയും താരങ്ങളായി. സംസ്ഥാന സർക്കാരിൻ്റെ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കേരള പോലീസ് ഒരുക്കിയ നായ്ക്കളുടെ കഴിവുകൾ ജനങ്ങൾ നിറകയ്യടികളോടെയാണ് സ്വീകരിച്ചത്. മേളയുടെ പ്രധാന വേദിയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് കുറ്റാന്വേഷണ രംഗത്ത് മികവ് പുലർത്തുന്ന കേരള പോലീസിലെ നായ്ക്കളുടെ പ്രകടനം അരങ്ങേറിയത്. വയനാട് ദുരന്തത്തിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്തി കേരള പോലീസിനെ സഹായിച്ച ഏഞ്ചൽ എന്ന പോലീസ് നായയാണ് പ്രദർശനത്തിൽ ഏറെ ശ്രദ്ധ നേടിയത്. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും പ്രദർശനത്തിൽ മികച്ച പ്രകടനത്തിലൂടെ ബിഗിലിനത്തിൽപ്പെട്ട ഡോളി എന്ന നായ കാണികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ മണത്ത് കണ്ടുപിടിച്ച് വൻ സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഡോളിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ട്രാക്കർ നായകളായ ജൂണോ, എക്സ്പ്ലോസീവ് സ്നിഫർ ഡോഗായ മാഗി, നർക്കോട്ടിക് വിഭാഗത്തിൽ നിന്നും ലൈക്ക, സെർച്ച് റെസ്ക്യൂ ഡോഗായ ഡോണ എന്നീ നായകൾ പ്രദർശനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കാണികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും അരങ്ങേറി. പ്രദർശനത്തിന് ശേഷം കാഴ്ചക്കാർക്ക് നായ്ക്കളെ പരിചയപ്പെടാനും അവയോടൊപ്പം സെൽഫി എടുക്കാനുമുള്ള സൗകര്യമുണ്ടായിരുന്നു. കുറ്റാന്വേഷണത്തിന് കേരള പോലീസിനെ സഹായിക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിനും മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും അപകട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും യഥാക്രമം ട്രാക്കർ, എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ, സെർച്ച് ആൻഡ് റെസ്ക്യൂ, നർക്കോട്ടിക് ഡിറ്റക്ഷൻ, കടാവാർ എന്നീ വിഭാഗങ്ങളിലാണ് നായ്ക്കൾക്ക് ഇവിടെ പരിശീലനം നൽകുന്നത്. ലഹരിമുക്ത നവകേരളത്തിനായി വ്യത്യസ്തമായ പ്രചരണ പരിപാടികളുമായാണ് എക്സൈസ് വകുപ്പ് എത്തിയത്. വൈറൽ ഗാനങ്ങൾ പാടിയും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചും യുവാക്കളെ ആകർഷിച്ചു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. അരുത് ലഹരി, പറക്കാം ജീവിതത്തിലേക്ക് എന്ന സെൽഫി പോയിന്റും ഹിറ്റായി. ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും ഇവിടെ സൗകര്യമുണ്ടായിരുന്നു. അന്ന പാട്ട് അപ്പതി ദേ ദേനാ അപ്പാതിയ അപ്പതി ദേ ദേകു അപ്പാതികോ അപ്പാതികോ കുകു അപ്പാതയേ. ഇങ്ങനെ വൈറലായ ഗാനങ്ങൾ പാടിയാണ് ഇവിടെയെത്തുന്ന യുവാക്കളെയും കുട്ടികളെയും എല്ലാം എക്സൈസ് വകുപ്പിന്റെ ഈ സ്റ്റാളിലേക്ക് ആകർഷിക്കുന്നത്. ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എക്സൈസ് വകുപ്പ് കായികവും കലാപരിപാടികളും നടത്തുന്നത്. മനുഷ്യന്റെ ജീവനെയും സ്വത്തിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന മഹാവിപത്താണ് ലഹരി ഉപയോഗമെന്ന് വിവിധ കലാപരിപാടികളിലും കായിക മത്സരങ്ങളിലും ആളുകളെ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണം നൽകുകയാണ് എക്സൈസ് വകുപ്പ്. അരുത് ലഹരി, പറക്കാം ജീവിതത്തിലേക്ക് എന്ന സെൽഫി പോയിന്റിൽ ചിത്രങ്ങളെടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് 7000-ലധികം ആളുകളാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വ്യക്തിക്ക് സമ്മാനവും എക്സൈസ് വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്.
കൂടാതെ ബാസ്കറ്റ്ബോൾ മത്സരവും തുടങ്ങി വിവിധ മത്സരങ്ങളും സ്റ്റാളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുകയാണ് എക്സൈസ് വകുപ്പ്. എന്റെ കേരളം ഉദ്ഘാടനത്തിന് ശേഷം നിരവധി പേരാണ് എക്സൈസ് വകുപ്പിന്റെ സ്റ്റാൾ സന്ദർശിച്ച് കളിയും ചിരിയുമായി മടങ്ങിയത്. ലഹരി ഉപയോഗങ്ങളെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകാനും ഇവിടെ അവസരമുണ്ട്. പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും കൃത്യമായ ജാഗ്രതയും സഹകരണവും കൊണ്ട് മാത്രമേ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനാകുമെന്നും എക്സൈസ് വകുപ്പ് പറയുന്നു. സാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകം തുറന്നിടുകയായിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാൾ. 4 കാലിൽ നടക്കുകയും ചാടുകയും ചെയ്യുന്ന റോബോട്ടിക് നായ കുട്ടികളുടെയും മുതിർന്നവരുടെയും മനം കവർന്നു. ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഐറിസ് റോബോട്ട്, ശബ്ദത്തിലൂടെ വീഡിയോ നിർമ്മാണം, AR VR അനുഭവങ്ങൾ, ക്ലാസ് എടുക്കുന്ന റോബോട്ട് തുടങ്ങിയ ഭാവിയുടെ സാങ്കേതിക വിദ്യകൾ നേരിട്ടറിയാൻ ഇവിടെ അവസരമൊരുങ്ങി. നാലുകാലിൽ നടന്നും എഴുന്നേറ്റ് നിന്നും ചാടിയും ഇഴഞ്ഞും എല്ലാം കൗതുകം തീർക്കുകയാണ് യുണീക്ക് വൈൽഡ് എന്ന റോബോട്ടിക് ഡോഗ്. കുട്ടികൾക്കേറെ കൗതുകവും ഇഷ്ടവുമായി ഈ റോബോട്ടിക് ഡോഗിനെ കൂടാതെ ഏത് ചോദ്യങ്ങൾക്കും ഉടനെ മറുപടി പറയുന്ന ഐറിസ് എന്ന റോബോട്ടും ഏറെ ശ്രദ്ധേയമാണ് ഇവിടം. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് തുടങ്ങി സാങ്കേതിക വിദ്യകളെ പൊതുജനങ്ങൾക്ക് അനുഭവമാക്കി മാറ്റുകയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ശബ്ദത്തിലൂടെ വീഡിയോ നിർമ്മാണം, ശബ്ദത്തിലൂടെ ടാക്സി വിളിക്കൽ, AR VR കണ്ണടകൾ, ഗെയിമുകൾ, റോബോട്ട് നായ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന റോബോട്ട്, മിനി ബോട്ട്, കൃഷി, ഉദ്യാനപാലനം എന്നിവ സാധ്യമാക്കുന്ന IoT സംവിധാനം, AI കാരിക്കേച്ചർ, ഫോട്ടോയിലൂടെ മുഖം തിരിച്ചറിയുന്ന സംവിധാനം തുടങ്ങി ഭാവി ജീവിതത്തിൽ പൊതുജനം നേരിട്ടറിയാൻ പോകുന്ന സാങ്കേതിക വിദ്യകൾ പൊതുജനങ്ങൾക്കറിയാനും അവസരം ലഭ്യമാക്കുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഈ സ്റ്റാൾ. ക്ഷീരമേഖലയിലെ സംരംഭക സാധ്യതകളും സർക്കാർ സഹായങ്ങളും പരിചയപ്പെടുത്തി ക്ഷീരവികസന വകുപ്പും മേളയിൽ സജീവമായി. കന്നുകാലി വളർത്തൽ പ്രോത്സാഹിപ്പിക്കാനും ക്ഷീര കർഷകർക്കുള്ള വിവിധ സർക്കാർ പദ്ധതികൾ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയെക്കുറിച്ച് അവബോധം നൽകാനും സ്റ്റാൾ ഉപകരിച്ചു. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ തൊഴിലിനോടൊപ്പം തന്നെ തൊഴിലാളികളുടെ മറ്റൊരു ഉപജീവന മാർഗമാണ് കന്നുകാലികൾ വളർത്തൽ. എന്നാൽ വന്യജീവി ആക്രമണത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെടുന്നത് മൂലം ക്ഷീരകർഷകർ കന്നുകാലി വളർത്തലിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രവണതയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ക്ഷീരകർഷകർക്ക് കൈത്താങ്ങാവുകയും ബോധവൽക്കരണം നൽകുകയുമാണ് ക്ഷീരവകുപ്പിന്റെ എന്റെ കേരള പ്രദർശന മേളയിലെ ഈ സ്റ്റാൾ. ക്ഷീരകർഷകർക്കായി നിരവധി പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് കൃത്യമായ നിർദ്ദേശം നൽകുകയാണ് ഈ സ്റ്റാൾ വഴി ക്ഷീരവികസന വകുപ്പ്. സർക്കാരിൽ നിന്നും വളരെയധികം പ്രോത്സാഹനം ഈ മേഖലയ്ക്ക് ലഭിക്കുന്നുണ്ട്. പശുവിനെ വാങ്ങാനും തൊഴുത്തു നിർമ്മിക്കാനുമൊക്കെ ഇന്ന് ബാങ്കുകൾ സർക്കാർ സ്കീമുകൾ വഴി പണം നൽകുന്നുണ്ട്. അസുഖങ്ങൾ വന്ന് പശു ചത്തുപോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം മുൻകൂട്ടി കണ്ട് അതിന് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നഷ്ടം കൂടാതെ തന്നെ ചെയ്യാവുന്ന ഒരു തരക്കേടില്ലാത്ത ബിസിനസ് മേഖലയാണ് ക്ഷീരമേഖല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ കേരള പ്രദർശന മേളയിലെ ഈ സ്റ്റാൾ. വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു? മൂലമറ്റം ഭൂഗർഭ നിലയത്തിന്റെ ചെറുമാതൃകയിലൂടെ KSEB അത് വിശദീകരിച്ചു. സ്റ്റാളിലെ പ്രധാന ആകർഷണം 360 ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയിലൂടെയുള്ള ഇടുക്കി ഡാം യാത്രയായിരുന്നു. പവർ ഹൗസും ഡാമിലെ ബോട്ടിങ്ങും വെർച്വലായി അനുഭവിച്ചറിയാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും സ്റ്റാൾ ഓർമ്മിപ്പിച്ചു. മൂലമറ്റം ഭൂഗർഭ വൈദ്യുതി നിലയത്തിന്റെയും ചെറുമാതൃക ഇവിടെയെത്തുന്ന പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റാളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കണ്ടറിയുന്നതിനൊപ്പം KSEB അധികൃതർ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നു. KSEBയുടെ ഈ സ്റ്റാളിൽ ഏറ്റവും ആകർഷണീയം ഇടുക്കി ഡാമിലൂടെയുള്ള യാത്രയുടെ അനുഭവമാണ്. അതും 360 ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയിലൂടെ. ഇടുക്കി ഡാമിലെ പവർ ഹൗസും ഡാമിലെ ബോട്ടിങ്ങുമെല്ലാം വെർച്വൽ റിയാലിറ്റിയിലൂടെ കണ്ടാസ്വദിക്കാം.
അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെയും കുട്ടികളുടെയും തിരക്കാണ് KCBയുടെ ഈ സ്റ്റാളിൽ. ജലം അമൂല്യമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ജലവിഭവ വകുപ്പും മേളയിലുണ്ടായിരുന്നു. ജലശുദ്ധീകരണ പ്രക്രിയയുടെയും ഡാമുകളുടെയും മാതൃകകൾ വിജ്ഞാനം പകർന്നു. മലങ്കര ഡാമിലൂടെയുള്ള വെർച്വൽ റിയാലിറ്റി യാത്രയും സന്ദർശകർക്ക് പുത്തൻ അനുഭവമായി. ഭൂഗർഭ ജല സംരക്ഷണത്തിന്റെ പ്രാധാന്യവും വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളും സ്റ്റാളിൽ വിശദീകരിച്ചു. ജലശുദ്ധീകരണ പ്രക്രിയ വിശദീകരിക്കുന്ന ചെറുമാതൃകകൾ ജനങ്ങളിൽ കൗതുകവും വിജ്ഞാനവും ഉണർത്തുന്നതാണ്. ഡാമുകളിൽ നിന്ന് പമ്പുകൾ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുടെ രേഖാചിത്രവും ചെറുമാതൃകയും ഒരുക്കിയിട്ടുണ്ട്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ മലങ്കര ഡാം, പട്ടിശ്ശേരി ഡാം എന്നിവയുടെ ചെറുമാതൃകകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലങ്കര ഡാമിലൂടെ സഞ്ചരിക്കുന്നതിന്റെ വെർച്വൽ റിയാലിറ്റിയും ഇവിടെ എത്തുന്നവർക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്. ജില്ലയിൽ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ജലശുദ്ധീകരണശാലയുടെ മാതൃകയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഭൂജല പരിപാലന മാർഗങ്ങൾ, ജലവിഭവ വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, നൽകുന്ന സേവനങ്ങൾ എല്ലാം തന്നെ ഈ സ്റ്റാളിലെത്തിയാൽ അധികൃതർ വിശദീകരണം നൽകുന്നുണ്ട്. തടവറയ്ക്കുള്ളിലെ സർഗാത്മകതയുടെ നേർക്കാഴ്ചയായിരുന്നു ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ. അന്തേവാസികൾ നിർമ്മിച്ച മനോഹരമായ കരകൗശല വസ്തുക്കൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയിരുന്നു. നെറ്റിപ്പട്ടങ്ങൾ, ചിരട്ട കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ, കുടകൾ, തുണിസഞ്ചികൾ എന്നിവയ്ക്ക് ആവശ്യക്കാരേറെയായിരുന്നു. തടവുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ ഉദ്യമത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. തടവുകാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക, തടവുകാരുടെ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളാകട്ടെ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ്. പ്രധാനമായും നെറ്റിപ്പട്ടം, ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, കുടകൾ, തുണിസഞ്ചികൾ, നിലവിളക്ക് തുടങ്ങി വിവിധതരം കരകൗശല വസ്തുക്കളാണ് ഈ സ്റ്റാളിലെത്തിയാൽ കാണാൻ കഴിയുന്നതും വാങ്ങാനാവുന്നതും. 100 രൂപ മുതലാണ് വിൽപ്പനയുടെ തുടക്കം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം ജയിലിന്റെ മാതൃകയും സ്റ്റാളിൽ ശ്രദ്ധേയമാണ്. ജയിലിലെ അന്തേവാസികൾ കലാകാരന്മാരാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ജയിൽ വകുപ്പിന്റെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള ഈ സ്റ്റാളിൽ കാണാൻ കഴിയുക. പൊളിയാണ് പോളിടെക്നിക്കിലെ കുട്ടികൾ. ഇത് വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ. വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത നൂതന ഉപകരണങ്ങൾ ഏവരെയും അതിശയിപ്പിച്ചു. കാട്ടുപന്നികളെ തുരത്താനുള്ള ഡ്രോൺ, റെയിൽവേ ട്രാക്കിലെ വിള്ളൽ കണ്ടെത്തുന്ന റോബോട്ട്, വയർലെസ് ചാർജിംഗ് സാങ്കേതിക വിദ്യ, കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച മിനി എയർക്രാഫ്റ്റ് എന്നിവയെല്ലാം ശ്രദ്ധ നേടി. ഇലക്ട്രോണിക് പഠനത്തിന്റെ സാധ്യതകളിലേക്കും ഈ സ്റ്റാൾ വിരൽ ചൂണ്ടി. സാങ്കേതിക വിദ്യാഭ്യാസ പഠനത്തിന് ജില്ലയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക് കോളേജുകളും ടെക്നിക്കൽ ഹൈസ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വാതിൽ തുറന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുക. കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ തുരത്താനുള്ള ഡ്രോൺ സംവിധാനം, റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള റോബോട്ട്, വയർലെസ് ചാർജിംഗ്, ചരക്കുകളുടെ ഗതാഗതത്തിനായി ഒക്ടോണമസ് മൊബൈൽ റോബോട്ട്, വാഹനങ്ങളിലെ വിഷവാതകം കണ്ടെത്താനുള്ള സംവിധാനം തുടങ്ങി കൃഷിയിടത്തിൽ വീഴുന്ന ജാതിക്ക ശേഖരിക്കാൻ വരെയുള്ള ഉപകരണങ്ങളുടെ പ്രദർശനവുമായാണ് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ 1.5 കിലോമീറ്റർ വരെ പറക്കാവുന്ന മിനി എയർക്രാഫ്റ്റും കുട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മിനി എയർക്രാഫ്റ്റ് ഡ്രോൺ സിസ്റ്റം കൊണ്ട് ഒരു മിനി എയർക്രാഫ്റ്റ് ആയിട്ട് അതിനെ മോഡിഫൈ ചെയ്തേക്കുവാണ്. നമുക്ക് മൾട്ടിപർപ്പസ് കൃഷിയോഗ്യമായ കാര്യങ്ങളിൽ ഡ്രോൺ ഉപയോഗിക്കുന്ന പർപ്പസിന് പോലെ തന്നെ നമുക്ക് ഈ പ്ലെയിനും ഉപയോഗിക്കാൻ കഴിയും. കുട്ടികളിലേക്ക് ഇലക്ട്രോണിക്സിനോടുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇനി മുന്നോട്ടെന്ത് പഠിക്കുമെന്ന ചിന്താകുലരാകുന്ന കുട്ടികൾക്ക് ഇലക്ട്രോണിക്സിന്റെ ബോധവൽക്കരണവും നൽകുകയാണ് എന്റെ കേരള പ്രദർശനമേളയിലെ ഈ സ്റ്റാൾ. യാത്രകളെ പ്രണയിക്കുന്നവർക്ക് പുത്തൻ അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്ത കാരവാൻ ടൂറിസത്തെ പരിചയപ്പെടുത്താൻ ടൂറിസം വകുപ്പും മേളയിലുണ്ടായിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ സഞ്ചരിച്ച കാരവാൻ സന്ദർശകർക്ക് കൗതുകമായി. സോഫ, TV, പാചക സൗകര്യം, ഫ്രിഡ്ജ്, അറ്റാച്ച്ഡ് ബാത്റൂം,
കിടക്കകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു വീട് തന്നെയാണ് ഈ വാഹനം. കാരവാൻ യാത്രകളുടെ സാധ്യതകളും സ്റ്റാളിൽ വിശദീകരിച്ചു. കണ്ടാൽ ചെറിയ വാഹനം, അകത്തേക്ക് കയറിയാലേ കാരവാനിന്റെ സൗകര്യങ്ങൾ അറിയാൻ സാധിക്കും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നിരവധി സംവിധാനങ്ങൾ വാഹനത്തിലുണ്ട്. സോഫ, TV, പാചകം ചെയ്യാൻ ഇൻഡക്ഷൻ കുക്കർ, കബോർഡുകൾ, ഫ്രിഡ്ജ്, ഹീറ്റർ സംവിധാനത്തോടു കൂടിയ കുളിമുറി, സുഖമായി കിടന്നുറങ്ങാനുള്ള ബെഡുകളെല്ലാം കാരവാനിലുണ്ട്. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യമാണ് കാരവാനിലുള്ളത്. അതുകൊണ്ട് തന്നെ കാരവാനിലെ ഈ യാത്ര ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല. ഇന്ത്യ ഫസ്റ്റ് കാരവാൻ വിത്ത് ഗ്ലാമ്പിംഗ് സൈറ്റാണ്. ഇത് പെർ ഡേ വരുന്ന 9,000 ആണ്. ഇത് ഏകദേശം ഒരു 80 കിലോമീറ്ററാണ് നമുക്ക് വരിക. അഡീഷണലായിട്ട് കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കിലോമീറ്ററിനും 35 രൂപ വെച്ചിട്ട് ആഡ് ആവും. നമ്മളൊരു ചെറിയ ഫാമിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും കാരവാനിലെ യാത്ര. പിന്നീട് വിശ്രമവും. രാത്രി കാരവാനിൽ ഉറങ്ങാൻ ഇഷ്ടമല്ലെങ്കിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഉറങ്ങാൻ ടെന്റ് സംവിധാനവും കാരവാനിലുണ്ട്. സ്വകാര്യ സംരംഭകരുടെ ഉടമസ്ഥയിലുള്ളതാണ് പ്രദർശനമേളയുടെ പ്രവേശന കവാടത്തിന് മുൻപിലെ ഈ കാരവാൻ. ഇവയ്ക്കെല്ലാം പുറമെ വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് മാതൃകയായ കുമളി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൾ. ഇതാണ് നാം വലിച്ചെറിയുന്ന ഓരോ പാഴ്വസ്തുക്കളിൽ നിന്നും കുമളി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ. പാഴ്വസ്തുക്കൾ പാഴല്ലെന്ന വലിയ പാഠം പഠിപ്പിക്കുകയാണ് കുമളി ഗ്രാമപഞ്ചായത്ത്. വലിച്ചെറിയുന്ന കുപ്പികളും ചെരുപ്പും കാർഡ്ബോർഡും എന്തിനു പറയണം, വാഹനത്തിന്റെ ടയർ വരെ മനോഹര സൃഷ്ടികളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സ്റ്റാളിലെ കാഴ്ചകൾ. പരിസരം മലിനമാക്കാതെ സൂക്ഷിക്കുന്നതിനോടൊപ്പം പാഴ്വസ്തുക്കളെ ഇത്തരത്തിൽ സുന്ദരമാക്കാൻ കഴിയുമെന്ന സന്ദേശം കൂടി നൽകുകയാണ് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ ഈ സ്റ്റാൾ. പോലീസിന്റെ വിവിധ സേവനങ്ങൾ പരിചയപ്പെടുത്തിയ സ്റ്റാളും മേളയുടെ ആകർഷണമായിരുന്നു. ചിന്നാർ വനത്തിലെ മുളയേരി പായസവും ചാമയേരി പായസവും രുചിക്കാൻ ആളുകൾ തിരക്കുകൂട്ടി. ഒപ്പം വിവിധ വകുപ്പുകളുടെയും സംരംഭകരുടെയും ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിപണന സ്റ്റാളുകളിൽ അവസരമുണ്ടായിരുന്നു. ഇടുക്കിയിലെ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ഭക്ഷണം കഴിക്കാനെത്തിയാൽ ആദ്യം കണ്ണോടിയെത്തുന്നത് മുളയും ഈറ്റയും കൊണ്ട് നിർമ്മിച്ച പച്ചപ്പ് നിറഞ്ഞ ഈ ഭക്ഷണ സ്റ്റാളിലേക്കാണ്. സ്റ്റാളിലെത്തി കഴിക്കാനുള്ള മെനു നോക്കിയാലോ പല ആഹാരങ്ങളും പേരുകളും പരിചയമില്ലാത്തവ. പായസത്തിന്റെ വിവിധ ഇനം വെറൈറ്റികൾ, ചാമയരി പായസം, മുളയരി പായസം എന്നിങ്ങനെ തുടരുകയാണ് വിവിധതരം ഭക്ഷണങ്ങൾ. നറുനീണ്ടി ചായ, റാഗി ലഡ്ഡു, ബട്ടർ ബീൻസ് മോമോസ്, റാഗി മിൽക്ക് തുടങ്ങി കാച്ചിൽ, ചേമ്പ്, കപ്പ, മീൻകറി തുടങ്ങി രുചിഭേദങ്ങളുടെ കലവറ തന്നെയാണ് ഇവിടം. ആഹാരത്തിനപ്പുറം വനവകുപ്പിന്റെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധതരം ഓയിലുകൾ, കാട്ടിലെ തേനുകൾ, മഞ്ഞളുകൾ, ചങ്ങലവരണ്ടി അച്ചാറുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വനവകുപ്പിന്റെ ഈ ഭക്ഷണ കേന്ദ്രത്തിലുണ്ട്. പകൽ മുഴുവൻ നീളുന്ന പ്രദർശനത്തിനും വിപണനത്തിനും ശേഷം ഓരോ സായാഹ്നവും ഇടുക്കിക്കായി കാത്തുവെച്ചത് ആസ്വാദനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന ഗാനമേളകൾ
നൃത്തനൃത്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ എന്നിവ മേളം നഗരിക്ക് ഉത്സവ ഛായ പകർന്നു. 7 ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികൾ അരങ്ങേറി. ഇടുക്കി വാഴത്തോപ്പ് സർക്കാർ സ്കൂൾ മൈതാനിയിലാണ് വിപുലമായ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുള്ളത്. 151 സ്റ്റാളുകളിലായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രദർശനവും ബോധവൽക്കരണവും വികസന പ്രവർത്തനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റാളുകളിൽ കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രശസ്തരായ മറ്റു വ്യക്തികൾ എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഫോട്ടോകളുടെ പ്രദർശനമാണ് തുടക്കത്തിൽ. പിന്നീടുള്ള LED സ്ക്രീനിൽ എല്ലാ രംഗത്തും സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ വായിച്ചു മനസ്സിലാക്കാം. തുടർന്നുള്ള സ്റ്റാളുകളിൽ പ്രദർശനവും വികസനവും എല്ലാം കാണാൻ സാധിക്കും. സർക്കാർ പദ്ധതി വഴിയും കിഫ്ബി ഫണ്ട് വഴിയിൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാണ് വിവിധ സ്റ്റാളുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 7 നാൾ നീണ്ട വിജ്ഞാനോത്സവത്തിന് മെയ് 5-ന് സമാപനമായി. സമാപന സമ്മേളനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിൻ്റെതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 7 ദിവസമായി ഇടുക്കി വാഴത്തോപ്പ് സർക്കാർ സ്കൂൾ മൈതാനിയിൽ നടന്നു വന്നിരുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള അവസാനിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകളും ഒപ്പം മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി വിവിധ കലാപരിപാടികളും മേളയിൽ സംഘടിപ്പിച്ചിരുന്നു. സമാപന സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തിരുത്താൻ തയ്യാറായ വേടനൊപ്പം സർക്കാർ നിൽക്കുമെന്നും എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മികച്ച അച്ചടി മാധ്യമ റിപ്പോർട്ടറായി ദേശാഭിമാനിയിലെ നിതിൻ രാജു, മികച്ച വാർത്താ ചിത്രത്തിന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ഷിയാസ് ബഷീർ, മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടറായി കേരള വിഷൻ ന്യൂസിന്റെ ബിനീഷ് ആന്റണി, മികച്ച വീഡിയോ കവറേജിന് മീഡിയ വണ്ണിന്റെ സിജോ വർഗീസ് എന്നിവരും പുരസ്കാരം ഏറ്റുവാങ്ങി. ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി IAS, MLAമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിനു ശേഷം റാപ്പർ വേടന്റെ ഷോയും സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് വേടന്റെ റാപ്പ് ഷോ ആസ്വദിക്കാനായി എത്തിയത്. പിണമില്ല, കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ഈ വള്ളം അണയുമോ ഉറപ്പില്ലല്ലോ, കടലെല്ലാം തന്നാലും ചില വല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എന്ന നിലപ്പാണല്ലോ. അറിവും വിനോദവും വിപണന സാധ്യതകളും ഒത്തുചേർന്ന എൻ്റെ കേരളം ഇടുക്കി മേള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു. ജില്ലയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഊർജം പകർന്ന ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ മേള ഇടുക്കിയുടെ ഓർമ്മകളിൽ വർണ്ണാഭമായ ഒരധ്യായമായി നിലനിൽക്കും. സംസ്ഥാനത്തുടനീളം നടക്കുന്ന എൻ്റെ കേരളം മേളകൾ നവകേരള നിർമ്മിതിയിലേക്കുള്ള സർക്കാരിൻ്റെ പ്രയാണത്തിന് കരുത്തേകുകയാണ്.